Hello guys, welcome back to our YouTube channel. NVIDIA worldwide our 50 series cards launch ചെയ്തത് January 7th നാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് 5080 ലോഞ്ച് ആയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 5090 ലോഞ്ച് ആയി. പിന്നെ 5070 Ti, 5070, 5060. പിന്നെ ഈ മാസം തുടക്കം ജൂലൈ 1st 5050 ലോഞ്ച് ആയത്. അറൌണ്ട് 2 months ബാക്ക് ആണ് ഫസ്റ്റ് 50 സീരീസ് ലാപ്ടോപ്സ് ഇന്ത്യയിൽ വന്നു തുടങ്ങിയത്. ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5070 Ti വരുന്ന ASUS ROG G16 മോഡലിനെ പറ്റി. അതൊരു അടിപൊളി ലാപ്ടോപ്പ് ആയിരുന്നു, പക്ഷേ പ്രൈസ് റേഞ്ച് വാസ് അറൌണ്ട് 2.5 lakhs. ഇപ്പോൾ മാർക്കറ്റിൽ 5050, 5060 ലാപ്ടോപ്സ് വന്നു തുടങ്ങി. അത് മെയിനായിട്ട് കൊണ്ടുവരുന്ന രണ്ട് ബ്രാൻഡ്സാണ് MSIയും അസൂസും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 50 സീരീസ് ഗ്രാഫിക്സ് കാർഡ് വരുന്ന അസൂസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടഫ് ഗെയിമിംഗ് F16. ഇതാണ് ലാപ്ടോപ്പ്. ഫസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാം. Now let's talk about the contents in the box. First, ഒരു ബ്യൂട്ടിഫുൾ ലാപ്ടോപ്പ്, പിന്നെ അതിൻ്റെ കൂടെ 280 വാട്ടിൻ്റെ പവർ അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു പവർ കേബിളും വരുന്നുണ്ട്. ടോട്ടൽ നോക്കുമ്പോൾ ഈ ലാപ്ടോപ്പ് വിത്ത് പവർ കേബിൾ അറൌണ്ട് 3 kgs ആണ് വരുന്നത്. ഈ ലാപ്ടോപ്പ് കോൺട്രിബ്യൂട്ടിങ് അറൌണ്ട് 2.2 kgs. അഡാപ്റ്റർ മാത്രം 800 grams ആഡ് ഓൺ ചെയ്യും. Now let's keep everything else aside. We will talk about this laptop. ASUS really did a good job with this new F16 laptop. Full മോഡൽ അങ്ങ് മാറ്റി F15, F16 പോയപ്പം കംപ്ലീറ്റ് ഡിസൈൻ ചേഞ്ച് ആണ് കൊണ്ടുവന്നത്. ഹിഞ്ച് മോഡലെല്ലാം മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടെ സ്റ്റേഡി ഹിഞ്ചസ് ആണ്. മൊത്തത്തിൽ 180 ഡിഗ്രി വരെ ഇതിൽ ഹിഞ്ച് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊള്ളാം. ഫിംഗർ പ്രിന്റ്സ് ഒന്നും ആവാത്ത രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടഫ് ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്, വിച്ച് ആഡ്സ് ടു ദ കൂൾ ടച്ച്. പിന്നെ മൊത്തത്തിൽ വെന്റിലേഷൻ ഒക്കെ മാറി ഇപ്പോൾ ഫുൾ ബോഡി വെന്റിലേഷൻ ആണ് വരുന്നത്, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ കൂളിംഗ്. മൊത്തത്തിൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ആണെങ്കിലും 1 സിംഗിൾ സോൺ RGB ആണ്. അഡീഷണൽ സ്മൂത്ത് ഫിനിഷ് ആണ് വരുന്നത്. ടൈപ്പിംഗ് എല്ലാം ടോപ്പ് നോച്ച്. യെസ്, ഓവറോൾ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് തോന്നുന്നു കൊള്ളാം. അസൂസിൻ്റെ കഴിഞ്ഞ F15 മോഡൽസിൽ കുറച്ച് ഡിസൈൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഹിഞ്ച് വോബിളിംഗ് ഇഷ്യൂ, ഫ്ലെക്സ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ മോഡലിൽ അസൂസ് മാറ്റിയിട്ടുണ്ട്. ഹിഞ്ച് സ്ക്രീൻ വോബിളിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫുൾ സ്റ്റേഡിയാണ്. ഫ്ലെക്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇതും അത്യാവശ്യം നല്ല സ്റ്റേഡിയാണ്. 0 ഫ്ലെക്സ് എന്ന് തന്നെ പറയാം. കീബോർഡിൽ ഫ്ലെക്സ് ഉണ്ടോ എന്ന് നോക്കാം. കീബോർഡും അത്യാവശ്യം സ്റ്റേഡിയാണ്. 0 ഫ്ലെക്സ്. നമുക്കിനി ഈ ലാപ്ടോപ്പിൻ്റെ സ്പെക്കിലോട്ട് പോകാം. ഫസ്റ്റ് പ്രോസസ്സർ. ഇതിൻ്റെ അത് പ്രോസസ്സർ വരുന്നത് i7-14650 HX പ്രോസസ്സറാണ്, വിച്ച് ഹാസ് 16 cores and 24 threads, which is running at a base clock of 2.2 GHz and which can go up to 5.2 GHz. Now let's talk about RAM. ഇതിൽ വരുന്നത് 16GB DDR5 RAM ആണ്, which is running at a megahertz of 5600. ഒരു അഡീഷണൽ RAM സ്ലോട്ടുകളുണ്ട്, which you can expand up to 64GB. Now storage. ഇതിൻ്റെ അകത്ത് വരുന്നത് 1 TB Gen 4 SSD ആണ്. There is another slot which you can add up to 2 TB. Now the main part, graphics card. ഇതിൽ വരുന്നത് NVIDIA's latest 5060 GPU ആണ്, which when combined with this i7 processor is a very good combination. Now let's talk about the display. ഇതിൽ 16-inch Full HD Plus display ആണ് വരുന്നത്, which has a refresh rate of 165 Hz. ഇതിൽ 300 nitsum 100% sRGB ആണ് വരുന്നത്. റെസ്പോൺസ് ടൈം വരുന്നത് 3 ms ആണ്, ആൻഡ് ഇറ്റ് ഈസ് NVIDIA G-Sync enabled, which is actually good for a laptop. നമുക്ക് ഇതിൻ്റെ കീബോർഡിനെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി ഒരു മെമ്പറൈൻ കീബോർഡാണ് വരുന്നത്. ഔട്ട്ലുക്ക് മൊത്തത്തിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട് കീബോർഡിൻ്റെ. അസൂസിൻ്റെ F16 മോഡലിൽ ട്രാൻസ്പെറൻറ്റ് WASD കീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ ഗെയിമിംഗ്. പിന്നെ ഹോട്ട് കീസ് ഒരു 4 ഹോട്ട് കീസ് മോളിൽ കൊടുത്തിട്ടുണ്ട്. അസൂസിൻ്റെ ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ആയ ആർമറി ക്രിയേറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കീയും കൊടുത്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പോർട്സ്. ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് A പോർട്സ് ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ചാർജിങ് പോർട്ട് ഉണ്ട്, ഒരു എത്തർനെറ്റ് പോർട്ട് ഉണ്ട്, ഒരു HDMI പോർട്ട് ഉണ്ട്, ഒരു ടൈപ്പ് A പോർട്ട് ഉണ്ട്, USB, ഒരു ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് C പോർട്സ് വരുന്നുണ്ട്. ഒരെണ്ണം Thunderbolt 4 എനേബിൾഡ് ആണ്. രണ്ടിലും ഡിസ്പ്ലേ പോർട്ട് 2.1 വരുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ അകത്ത് ചാർജിങ് വിച്ച് ഇസ് അപ് ടു 100 watts ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ വെബ് ക്യാമിനെ പറ്റി സംസാരിക്കാം. ബിഫോർ ദാറ്റ് വിൽ ഗോ ടു ദ ക്യാമറ വിഷ്വൽസ്. ക്യാമറ ആക്ച്വലി കൊള്ളാം. ഫുൾ HD ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം
വീഡിയോ കോൺഫറൻസിങ്ങിനും അത്യാവശ്യം ഗെയിം സ്ട്രീമിങ്ങിനും ഇത് ആക്ച്വലി നല്ലൊരു ക്യാമറയാണ്. ഇതിൻ്റെ കൂടെ ഒരു IR സെൻസർ കൂടെ കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് ഹെലോ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 90 watt-hour ബാറ്ററിയാണ് വരുന്നത്, വിച്ച് ക്യാൻ ഗിവ് യു എ ബാറ്ററി ബാക്കപ്പ് ഓഫ് 9 to 10 hours ഇൻ ബാലൻസ്ഡ് പവർ മോഡ്. ഇതിൻ്റെ കൂടെ ഒരു 280 watts അഡാപ്റ്ററും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡുവൽ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്, which is placed on the bottom and it is enabled with Dolby Atmos. ഇതിൻ്റെ ബ്ലൂടൂത്തും വൈഫൈനെ പറ്റി സംസാരിക്കുമ്പം വൈഫൈ 6E ആണ് വരുന്നത്, which is good for this price range, പക്ഷേ could have been generous with the latest Wi-Fi 7. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിൻ്റെ അകത്ത് the latest 5.3 വേർഷനാണ് വരുന്നത്. നമുക്കിനി ഈ ലാപ്ടോപ്പിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ച് മാർക്സും കുറച്ച് ഗെയിംസും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സിനബെഞ്ച് 2024 തന്നെ റൺ ചെയ്ത് നോക്കാം. മൾട്ടി കോർ പെർഫോമൻസ് സ്കോർ വരുമ്പം 1147 പോയിന്റ്സ് ആണ് വരുന്നത്. സിംഗിൾ കോർ പെർഫോമൻസ് വരുമ്പം 113 പോയിന്റ്സ് ആണ് വരുന്നത്. MP റേഷ്യോ 10.15x ആണ് വരുന്നത്, വിച്ച് ഇസ് എ റിയലി ഗുഡ് സ്കോർ ബിക്കോസ് ഇറ്റ്സ് എൻ i7 ആൻഡ് ഇറ്റ്സ് 14th generation ആൻഡ് ഇറ്റ്സ് എൻ HX സീരീസ് പ്രോസസർ. OpenCL GPU സ്കോർസ് വരുമ്പം 1,10,603 points ആണ് വരുന്നത്. That is also really good. It's a huge jump from 4060. ഗെയിംസിൽ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് മിത്ത് വൂക്കോങ് ആണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡിങ് ഗെയിംസ് ഇൻ ടേംസ് ഓഫ് ഹാർഡ്വെയർ. അതിൽ ഫസ്റ്റ് ബെഞ്ച് മാർക്കിങ്ങിൽ ഹൈ സെറ്റിംഗ്സ് DLSS ഓൺ വെച്ച് നോക്കുമ്പോൾ 165 to 180 ആണ് ഫ്രെയിം റേറ്റ് കിട്ടുന്നത്. ഇൻ ഗെയിമിലും സിമിലർ 170 to 195 FPS ആണ് കിട്ടുന്നത്. റെഡ് ഡെഡ് റിഡംപ്ഷൻ 2ൽ അൾട്രാ സെറ്റിംഗ്സിൽ 90 to 100 FPS ആണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. അസെറ്റോ കോർസ ഇവോയിൽ അൾട്രാ സെറ്റിംഗ്സ് 80 to 100 FPS ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസും ബെഞ്ച് മാർക്ക് ടെസ്റ്റും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ലാപ്ടോപ്പ്? ലെറ്റ് us know in the comments below. Now comes the most important part, pricing. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുമ്പോൾ അറൗണ്ട് 1,40,000 rupees ആണ്. പക്ഷേ ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, www.logtech.in. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പ്രൈസ് ബെനിഫിറ്റ് നമ്മളുടെ ത്രൂ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഇതിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, പ്രൈസ് മേ ബി ഓൺ ദ ഹയർ സൈഡ് ബിക്കോസ് ഇറ്റ്സ് ദ ലേറ്റസ്റ്റ് 50 series മോഡൽ. പക്ഷേ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ ഈ 50 series DLSS 4 ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ 3D ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് എഫിഷ്യൻസിയും ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ റെൻഡർ ടൈമും കുറച്ചും കൂടെ സ്പീഡായിട്ട് കിട്ടും ഈ മോഡലിൽ. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 4070 ലാപ്ടോപ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ HP-യുടെ ഒമനിൽ ഒരു 4070 ലാപ്ടോപ്പ് 1,40,000 അവൈലബിൾ ആണ്. പക്ഷേ ഇറ്റ് ഈസ് എ ട്രേഡ് ഓഫ് വിച്ച് യു ഹാവ് ടു ഡിസൈഡ് വെദർ യു വാണ്ട് ടു ടേക്ക് എ ന്യൂ ലാപ്ടോപ്പ് ഓർ എൻ ഓൾഡ് ലാപ്ടോപ്പ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അറൗണ്ട് 20,000 അപ്ഗ്രേഡിൽ നിങ്ങൾക്ക് Ryzen 9 HX സീരീസ് പ്രോസസ്സർ കിട്ടും, വിച്ച് ഇസ് കോൾഡ് ASUS TUF A16. 40,000 rupees പെയർ ചെയ്യാൻ അഡീഷണൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം ലാപ്ടോപ്പിൻ്റെ 5070 സീരീസ് ഗ്രാഫിക്സ് കാർഡും കിട്ടും. ആ ഒരു മോഡലിൽ 2.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതുപോലത്തെ ടെക് വീഡിയോസും ഗാഡ്ജറ്റ് റിവ്യൂസും കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, this is Adit signing off.